ഹായ് നമസ്കാരം. എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പലരും ഇതിനെ ദയ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു മിനിറ്റ്, ഈ ദയയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയമാണെങ്കിലോ? ഇന്ന് നമ്മൾ ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം തേടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും സ്നേഹം കൊണ്ടാണോ? അതോ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതെയാകോ? അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകുമോ എന്നൊരു പേടി ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണോ? ഈയൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളിൽ പലരും ഒരു ദയയുടെ മുഖംമൂടി അണിഞ്ഞാണ് ജീവിക്കുന്നത്. പുറമേക്ക് കാണുന്ന ഈ നല്ല പെരുമാറ്റങ്ങൾ, ഇതിന്റെ പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാവുമല്ലേ? മനസ്സിൽ 1000 തവണ ഇല്ല, പറ്റില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്താ? ഒരു ദുർബലമായ അതെ. ഒരു തവണയല്ല, ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരൊറ്റ അതയിൽ കാര്യങ്ങൾ തീരുന്നില്ല. പിന്നെ അങ്ങോട്ട് നോക്കണ്ട. നിങ്ങളുടെ വിലയേറിയ സമയം, നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ പണം, നിങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം നിങ്ങൾ മറ്റുള്ളവർക്കായി വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കും. അവസാനം നിങ്ങൾക്കായി ഒന്നും ബാക്കി വെക്കാത്തൊരു തരം കൊടുക്കൽ. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പരിധികൾ, ഇതൊക്കെ എവിടെ പോയി? പതിയെ പതിയെ നമ്മൾ നമുക്ക് തന്നെ ഇല്ലാതാവുന്നതുപോലെ തോന്നിത്തുടങ്ങും. എന്നിട്ടോ ഈ ത്യാഗങ്ങൾക്കെല്ലാം നമ്മളൊരു ലളിതമായ പേര് നൽകി സ്വയം സമാധാനിക്കും. ഞാനൊരു ദയയുള്ള ആളാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത് എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ അതാണല്ലോ ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം. ഓക്കെ, അപ്പോൾ ഈയൊരു രീതി നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഓരോ അതേ എന്ന് പറയുമ്പോഴും അതിന് പിന്നിലെ യഥാർത്ഥ പ്രേരണ എന്താണ്? വാ, നമുക്ക് ആ ദയയുടെ മുഖമൂടിയൊന്നും മെല്ലെ മാറ്റി നോക്കാം. നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ഭയം കൊണ്ടാണെങ്കിലോ? എന്നെ ആരെങ്കിലും ഒറ്റപ്പെടുത്തി കളയുമോ, ഉപേക്ഷിക്കപ്പെട്ടാലോ എന്ന ഭയം. ആ ഒരു ചിന്ത മാത്രം മതി നമ്മൾ ഇതുവരെ വിശ്വസിച്ചതെല്ലാം മാറിമറിയാൻ. അതെ, ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയത്തിന്റെ കാതൽ. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന, എന്നാൽ നമ്മുടെ പല പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന അതിശക്തമായൊരു വികാരം, ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. മനഃശാസ്ത്രത്തിൽ ഈ അവസ്ഥയ്ക്കൊരു പേരുണ്ട്, സെൽഫ് അബാൻഡൻമെന്റ്, അതായത് സ്വയം ഉപേക്ഷിക്കൽ. സംഭവം ഇത്രയുള്ളൂ: മറ്റുള്ളവരെ നമ്മളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവർക്ക് നമ്മളെക്കൊണ്ട് എപ്പോഴും ഉപയോഗമുണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കും. അതിനായി സ്വന്തം ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും. അപ്പോൾ ഇത് ദയയല്ല, അല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഡോക്ടർ നീതു കേസ് എന്ന വിദഗ്ധ ഈ വിഷയത്തിന്റെ കാതൽ വളരെ ലളിതമായ ഒരൊറ്റ വാചകത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് സ്നേഹമല്ല, അത് ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയമാണ്. എത്ര ശക്തമായ വാക്കുകളാണിത്! നമ്മുടെ ഓരോ പ്രവൃത്തിയെയും പുതിയൊരു കണ്ണിലൂടെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നൊരു ചിന്ത. ഈ സ്ലൈഡ് ആ വ്യത്യാസം വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു വശത്ത് ലോകത്തിനു മുന്നിൽ നമ്മൾ അണിയുന്ന മുഖമൂടി, ദയ, ഔദാര്യം, എപ്പോഴും നല്ലയാളായിരിക്കാനുള്ള ശ്രമം. എന്നാൽ അതിന്റെ മറുവശത്തോ, അതിനെ നയിക്കുന്ന ആഴത്തിലുള്ള ഭയം, ഉപേക്ഷിക്കപ്പെടുമോ എന്ന പേടി, സ്നേഹം നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണെന്ന തോന്നൽ, മറ്റുള്ളവർ കൂടെ നിൽക്കാൻ വേണ്ടി നമ്മുടെ ഉപയോഗം നിരന്തരം തെളിയിക്കേണ്ടി വരുന്നു എന്ന ചിന്ത. അപ്പോൾ ശരി, ഈ ഭയം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി എന്തു ചെയ്യും? എങ്ങനെ മുന്നോട്ടു പോകും? ഇത് വെറുമൊരു ശീലം മാറ്റുന്നതിനെക്കുറിച്ചല്ല കേട്ടോ, അതിനേക്കാൾ വലുതാണ്. ഈ സ്വയം ഉപേക്ഷിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് ആത്മവിശ്വാസത്തോടെയുള്ള പുതിയൊരു അടിത്തറ പണിയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ സത്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉറപ്പിക്കണം. മറ്റൊരാളുടെ സ്നേഹം നേടാനായി നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് തെളിയിക്കേണ്ട ഒന്നല്ല യഥാർത്ഥ സ്നേഹം, ഒരിക്കലുമല്ല. അതുകൊണ്ട് ഈയൊരു ചിന്ത ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിന് തന്നെ സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണെന്നും അർഹനാണെന്നും പൂർണ്ണമായി വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിച്ചു നോക്കൂ.